ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അൻ സൗബാൻ മൗലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫാറഖ റൂഹു അൽ ജസദ വഹുവ ബരീഉം മിൻ സലാസ് ദഖലൽ ജന്ന മിനൽ കിബ്രി വൽ ഗുലൂലി വദ്ദൈൻ. അഖ്റജഹു ഇബ്നു മാജ. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കരുണയും രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു മാജ തൻ്റെ സുനനിൽ 1971 നമ്പറായി നൽകിയിട്ടുള്ള ഒരു വചനമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. അതിനർത്ഥം സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മൻ ഫാറഖ റൂഹു അൽ ജസദ. അതായത് ഹദീസിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ശരീരവും ആത്മാവും, ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോയാൽ, അങ്ങനെ വേർപ്പെടുന്ന ഘട്ടത്തിൽ ആ മനുഷ്യൻ 3 കാര്യങ്ങളിൽ നിന്ന് മുക്തനാണെങ്കിൽ: 1 അഹങ്കാരം, 2 വഞ്ചന, മറ്റൊന്ന് കടം. ഇതൊന്നും ഇല്ലാത്ത നിലയിലാണ് ആ മനുഷ്യൻ അന്ത്യശ്വാസം വലിക്കുന്നതെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് ഹദീസിൻ്റെ അർത്ഥം. നമുക്കറിയാം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ ഉതകുന്ന അനവധി കർമ്മങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഏത് കാര്യം ചെയ്താൽ സ്വർഗത്തിൽ പോകും, ഏത് കാര്യങ്ങളൊക്കെ ചെയ്താൽ നരകത്തിൽ പോകേണ്ടി വരും എന്നുള്ള ഒരു ഉൾക്കാഴ്ച, ഒരു ബോധം, ഒരു ജാഗ്രത ഓരോ മനുഷ്യർക്കും ഉണ്ടാകണം. ഇവിടെ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ സേവകനായിരുന്നു, ഭൃത്യനായിരുന്നു അദ്ദേഹം. അതാണ് മൗല റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രയോഗിക്കാനുള്ള കാരണം. എന്നിട്ട് ഹദീസിൻ്റെ പദപ്രയോഗം നിങ്ങൾ നോക്കൂ, മൻ ഫാറഖ റൂഹു അൽ ജസദ. അതായത് ഐ മൻ ഫാറഖത് റൂഹുഹു ജസദഹു എന്നർത്ഥം. ഏതൊരുവൻ്റെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ആത്മാവ് അകന്നു പോയോ. അങ്ങനെയുള്ളൊരു പ്രയോഗം എന്ന് പറഞ്ഞാൽ അത് മരണത്തെ സംബന്ധിച്ച് ഉള്ള ഒരു ആലങ്കാരിക പ്രയോഗമാണ്. വഹാദ കിനായത്തുൻ അനിൽ മൗത്ത്. മരണത്തെ സംബന്ധിച്ചുള്ള ഒരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ് മൻ ഫാറഖ റൂഹു അൽ ജസദ. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോയാൽ, അങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹം 3 കാര്യങ്ങളിൽ നിന്ന് മുക്തമാവണം. എന്താ 3 കാര്യങ്ങൾ? ഒന്നാമതായിട്ട് പറയുന്നത്, ഇതിൽ പറഞ്ഞിട്ടുള്ളത് അഹങ്കാരം. അത് നമുക്കറിയാം, ഏറ്റവും വലിയൊരു ദുർഗുണങ്ങളിൽപ്പെട്ട ഒന്നാണ് അഹങ്കാരം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലൊക്കെ എത്രയോ അതുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയിട്ടുണ്ട്. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ദുഷ്ടന്മാരായിട്ടുള്ള ദൈവനിന്ദകരായിട്ടുള്ള ആളുകൾ, അവർ പലപ്പോഴും വലിയ തോതിൽ അഹങ്കാരം കാണിച്ചിട്ടുള്ള ആളുകളായിരുന്നു. പ്രവാചകന്മാരുടെ പ്രതിയോഗികളായിട്ടുള്ള, ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള അഹങ്കാരികൾ ഈ പരിശുദ്ധ ഖുർആൻ അത്തരം ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, കിബർ എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. അതായത് സത്യത്തെ തള്ളിക്കളയുകയും ജനങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുക, അവരെ ചെറുതായി കാണുക. ആ ഒരു ഭാവം, അതിനാണ്
അഹങ്കാരം എന്ന് പറയുക. അഹങ്കാരത്തിൻ്റെ അണുമണി തൂക്കം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വിനയമുള്ള, അതുപോലെ പ്രവാചകൻ്റെ ശിഷ്യന്മാർ അഹങ്കാരമേതുമില്ലാത്ത വലിയ ഏറ്റവും ലോകം കണ്ട മഹാത്മാക്കളായിരുന്നു. അവരുടെ കൂട്ടത്തിൽ സമ്പന്നന്മാരുണ്ടായിരുന്നു, സ്ഥാനങ്ങൾ, ഉന്നതമായ പദവികൾ അനുഭവിച്ച അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ അവർ അഹങ്കരിച്ചില്ല, അവർ വിനയത്തിൻ്റെ ആളുകളായിരുന്നു. അപ്പോൾ അഹങ്കാരം നമുക്കൊരിക്കലും തന്നെ ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ 3 കാര്യങ്ങളിൽ മറ്റൊന്ന് പറയുന്നത് ഗുലൂൽ, വഞ്ചന ഒരിക്കലും തന്നെ പാടില്ലാത്തതാണ്. ഗുലൂൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അൽ ഗുലൂൽ വഹുവമാ സുരിക വ ഉഖിദ മിനൽ ഗനീമതി ഖബല അൻ തുഖസം. യുദ്ധാർജിത സ്വത്ത് വിഭജിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് എടുക്കുന്ന മുതൽ, അതിനാണ് ആ ഒരു രീതിക്കാണ് ഗുലൂൽ എന്ന് പറയുക, വഞ്ചന നടത്തുക. വഞ്ചന എന്നാണ് പൊതുവായ അർത്ഥമെങ്കിലും അതാണ് ഇതിൻ്റെ ഒരു നിർവചനം. പക്ഷേ ഏത് തരത്തിലുള്ള വഞ്ചനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. വഞ്ചന ഈമാനിന് ഘടകവിരുദ്ധമാണ്. വഞ്ചന കപടവിശ്വാസിയുടെ സ്വഭാവമാണ്. വഞ്ചന എന്ന് പറയുന്നത് നമ്മുടെ ഈമാനിനെ തകർത്ത് കളയുന്ന ഒരു ദുസ്വഭാവമാണ്, ദുർഗുണമാണ് എന്ന് നമ്മൾ അറിയുക. പിന്നീട് പറയുന്നത് വദ്ദൈൻ, കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്യരായ ആളുകളുടെ സമ്പത്ത് നമ്മൾ സ്വീകരിക്കുകയാണ്. അത് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? നമ്മുടെ ഒരു ആവശ്യഘട്ടത്തിൽ ചോദിച്ചു വാങ്ങുകയൊക്കെയാണ്. പക്ഷേ സുമ്മ യമൂത്തു ഖബല അൻ യഖ്ലിയഹു, അത് വീട്ടാതെ മരണപ്പെട്ടു പോകുക, കടബാധ്യതക്കാരനായിട്ട് മരണപ്പെട്ടു പോകുക. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിയില്ല. അപ്പോൾ കടക്കാരനായി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റായ കാര്യമാണ്. കടമില്ലാതെ ആരോടും സാമ്പത്തിക ബാധ്യത ഇല്ലാത്ത നിലയിൽ മരണപ്പെട്ടു പോകുവാൻ നമ്മൾ ജാഗ്രത കാണിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. താങ്ങാൻ കഴിയാത്ത കടങ്ങൾ ആഡംബരത്തിനും ധൂർത്തിനും പൊങ്ങച്ചത്തിനും അനാവശ്യത്തിനുമൊക്കെ വാങ്ങി ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്ന ആളുകളായി നമ്മൾ മാറിക്കൂടാ എന്ന് പ്രത്യേകം ഓർക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതായിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വദ്ദൈൻ, കടത്തിൽ നിന്നും സത്യനിഷേധത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകൾ, ഹദീസിൻ്റെ വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റൊന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം, പ്രവാചകൻ്റെ നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകളിൽ ഉള്ള പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം, അല്ലാഹുവേ പാപത്തിൽ നിന്നും കടത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ നമ്മൾ അഹങ്കാരമാകട്ടെ, വഞ്ചനയാകട്ടെ, കടക്കാരനായിട്ട് മരണപ്പെടുകയാകട്ടെ, അങ്ങനെയുള്ള ദുർഗുണങ്ങളിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മൾ വളരെയധികം അകന്നു നിൽക്കുകയും ജാഗ്രത പാലിക്കുകയും സൂക്ഷ്മത കൈകൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് സ്വർഗം കിട്ടുക എന്ന് മാത്രമല്ല, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആർക്കാണ് സ്വർഗം കിട്ടുക? അത് കിട്ടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, ഒന്നാമതായിട്ട് നമുക്ക് ശരിയായിട്ടുള്ള സത്യവിശ്വാസം വേണം, അള്ളാഹുവിലുള്ള വിശ്വാസം വേണം, ഖുർആനും തിരുസുന്നത്തും മുന്നോട്ട് വെക്കുന്ന യഥാർത്ഥത്തിലുള്ള വിശ്വാസം വേണം. വിശ്വാസമില്ലെങ്കിലോ നരകമായിരിക്കും അവർക്കുണ്ടാകുക. വിശ്വാസം, ഈമാനില്ലാതെ ഈ ദുനിയാവിൽ എന്ത് നന്മ ചെയ്തിട്ടും ആഖിറത്തിൽ അതുകൊണ്ട് നേട്ടം കിട്ടുകയില്ല. അതുകൊണ്ടാണ് പ്രവാചകനോട് പോലും പറഞ്ഞത്, ലൈൻ അശ്റക്ത ലയഹ്ബത്തുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, ഷിർക്കും കുഫറുമൊക്കെ ചെയ്താൽ, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ
നിൻ്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും, നീ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്നാണ്. അപ്പോൾ ഈമാൻ അനിവാര്യമാണ്, സത്യവിശ്വാസം അനിവാര്യമാണ്, തികഞ്ഞ ആത്മാർത്ഥതയുണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം, പ്രവാചകൻ്റെ ചര്യക്കനുസൃതമായിരിക്കണം നമ്മുടെ അമലുകൾ. പരിശുദ്ധ ഖുർആനും സഹിയായ തിരുസുന്നത്തും അതനുസരിച്ചായിരിക്കണം നമ്മുടെ ഓരോ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.